ഗായ്സ്, ഇന്നത്തെ ക്ലാസ്സും വർക്കൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യാനുള്ള മൂഡൊക്കെ ഇങ്ങനെ വന്നു കേട്ടോ. ആ ടൈമിലാണ് നമ്മൾ ഫസ്റ്റ് ഇയർ പിള്ളേർ ക്ലാസ് കഴിഞ്ഞ് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവരെ പിടിച്ചിരുത്തി ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ പറഞ്ഞതൊന്നും ഞാൻ പറയിപ്പിച്ചതല്ല കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അഡ്മിഷൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അഡ്മിഷൻ റൂമിൻ്റെ മുന്നിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതേ സാർ ഓടി വരുന്നുണ്ട്. നമ്മൾ BCom ഹരിസാറാണ്. സാറിനാണ് കേട്ടോ അഡ്മിഷൻ ഡ്യൂട്ടിയൊക്കെ ഉള്ളത്. അഡ്മിഷൻ റൂം ഇവിടെ പൂട്ടിയിട്ടിട്ട് ഫോട്ടോ എടുക്കാൻ പോയതായിരുന്നു സാർ. സാറിനെ വ്ളോഗിൽ കാണിച്ചില്ല എന്നുണ്ട് വിഷമം. എല്ലാവരെയും കാണിക്കാം. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കോളേജിൻ്റെ ഭംഗി ആസ്വദിച്ച് ഇവിടെ നിൽക്കുകയാണ് ഒരാൾ കേട്ടോ. അയ്യോ, നമുക്കിവിടെ ലിഫ്റ്റൊക്കെ ഉണ്ട്. ഹായ് ചേച്ചി. ഹായ്. എന്താ പരിപാടി? ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് വർക്ക് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. കാരണം ഇനി 2 ദിവസം നമുക്ക് വർക്കില്ല, ശനി ഞായർ ലീവാണ്. അപ്പോൾ ഒരു സമാധാനത്തിലിരിക്കാൻ പറ്റുന്ന 2 ദിവസമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഇറങ്ങി ഗൈസ്. ഇനി അച്ഛൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പോവാണ്. ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ വീടെത്തി ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട്. അപ്പോൾ ഗൈസ്, നമ്മൾ വന്നപാടെ ടെറസിൻ്റെ മുകളിലേക്ക് കയറി. നമ്മുടെ പൂച്ചക്കുട്ടിക്ക് വയ്യ, കുറച്ച് ദിവസമായിട്ട് ഇതൊന്നും കഴിക്കുന്നില്ല. ഭയങ്കര ക്ഷീണിച്ച് ഇങ്ങനെ മെരിഞ്ഞു പോയി. അപ്പോൾ നമ്മളിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പനിയാണെന്നാണ് പറഞ്ഞത്. മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആളെ കാണാനില്ല. അപ്പോൾ ആളെ തപ്പി ഞാൻ ടെറസിൻ്റെ മുകളിൽ വന്നതായിരുന്നു. പക്ഷേ ടെറസിൻ്റെ മുകളിലില്ല കേട്ടോ. അതെ, ഇവിടെ വെയിലാണ്. ഭയമില്ല കേട്ടോ. ഭയങ്കര ഒരു തെളിഞ്ഞ ആകാശം. ടെറസിൻ്റെ മുകളിൽ കയറിയപ്പോൾ അതാ ഗൈസ് കുറേ പേരൊക്കെ നിൽക്കുന്നു. ഇതാണ്ട് നിൽക്കണം അവിടെ ഒരു പേരക്ക. ഇതാ ഇവിടെ കുഞ്ഞു പേരക്ക. നെക്സ്റ്റ് പേരക്ക. അതിൻ്റെ ഇടയിലിതാ വേറൊരു പേരക്ക. അങ്ങനെ പേരക്ക നന്നായിട്ടുണ്ടായി നിൽക്കുന്നത്. രണ്ടെണ്ണം ഇതൊക്കെ ഇങ്ങനെ വലുതാവും. നമുക്കിങ്ങനെ കഴിക്കാം. അവിടെയൊക്കെ നിറച്ച് പേരൊക്കെയായിട്ട് എടുക്കുക. ഇപ്പോൾ പൂച്ചക്കുട്ടി ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു 6 മണി 6:30 ടൈമിൽ മൂപ്പര് ഇങ്ങനെ നടന്ന് വരും. വെയിറ്റ് ചെയ്യാം. അതിൻ്റെ വയ്യാകൊക്കെ മാറുമെന്ന് വിചാരിക്കാം. പണി കഴിഞ്ഞാ? പണി കഴിഞ്ഞില്ലേ? എങ്ങടാ? ഏതൊക്കെ? അങ്ങനെ സക്സസ്ഫുള്ളി ഇതിനെല്ലാത്തിനെയും ഇവിടെ എത്തിച്ചിരിക്കുകയാണ് ഗൈസ്. അടിയിലങ്ങനെ മുറിച്ചാ. ഈ കാടിൻ്റെ നടുവിലാണ് ഗൈസ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വൈകുന്നേര സമയത്ത് ഭയങ്കര നല്ല കാറ്റൊക്കെ വീശും കേട്ടോ. ഇവിടുന്ന് കുറേ മരങ്ങളും ചെടികളൊക്കെ ഉള്ളത് കാരണം. അതാണ് നമ്മളെ വീട്. ഇത് കിണർ, പിന്നെ ചുറ്റും മരങ്ങളൊക്കെയാണ്. അമ്മ ഇവിടെ ഒന്ന് വന്ന് വീക്ഷിക്കാൻ.
കലാവിരുത് കാണാൻ വായോ. കൃഷി എക്സ്പേർട്ടായിട്ടുള്ള ആൾ വന്ന് ജഡ്ജ് ചെയ്യും. അമ്മ വന്നിട്ട് നമുക്ക് 10 on 10 ആണ് മാർക്ക് ഇട്ടിരിക്കുന്നത്. ഹലോ, മരുന്ന് കൊടുത്തപ്പോ ഉഷാറായാ? അവർ രണ്ടാളും കൂടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. നമ്മൾ ഒറ്റയ്ക്കാണ് ഗൈസ്. ഇനി ലെറ്റ്സ് മേക്ക് സം ചായ. കറക്റ്റ് നമുക്ക് ഒരു ഗ്ലാസ് ചായ തന്നെ കിട്ടി. ഞാൻ സാധാരണ അങ്ങനെ കുപ്പി ഗ്ലാസ്സിലൊന്നല്ല കുടിക്കാറ്. വീഡിയോ എടുക്കുന്ന പ്രമാണിച്ച് നമ്മൾ കുപ്പി ഗ്ലാസ്സിലാക്കി. അപ്പോൾ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ടി വി ഓൺ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറേ നേരം നമ്മൾ ടി വി ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കും. പിന്നെ കുറച്ച് നേരം റീൽസ് കാണും. പിന്നെ ഫുഡ് കഴിക്കും, കിടന്നുറങ്ങും. അങ്ങനെയൊക്കെയാണ് ഇനിയുള്ള ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഡേ പോകുന്നത്, സാധാ ഒരു നോർമൽ ഡേ പോകുന്നത് ഇങ്ങനെയാണ്. സിമ്പിളാണ്. ആൻഡ് അത്ര വലിയ തരത്തിലുള്ളൊരു സ്ട്രെസ്സോ കാര്യങ്ങളൊന്നും ഇപ്പോൾ എന്തെങ്കിലും ഇല്ല. ഇനിയിപ്പോൾ ഒരു 4-5 മാസം കഴിഞ്ഞാൽ എന്താവും ലൈഫിൻ്റെ അവസ്ഥ എന്നുള്ളത് എനിക്ക് യാതൊരു വിധ ഐഡിയ ഇല്ല. അതിൻ്റെ ടെൻഷൻ ഉണ്ട്, ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ അപ്പോൾ ഇനിയുള്ള മാസങ്ങളിൽ കുറേ നല്ല വിശേഷങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ വീഡിയോസും കാണാൻ വേണ്ടി ജസ്റ്റ് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ഗൈസ്. ആൻഡ് ഐ എം ഷുവർ ഇനിയും നല്ല കണ്ടൻറ്റ്സ് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആൻഡ് എനിവേ ഞാനത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനം, നിർത്താൻ പോകുന്നില്ല. സോ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വേറെ വിശേഷങ്ങളായി വരാം.